ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിയോ മെന്റർ. അപ്പോ നമ്മുടെ അടുത്ത സ്റ്റേറ്റിലേക്ക് പോവാ അല്ലെ. നമ്മൾ 6 സ്റ്റേറ്റ് ഓൾറെഡി കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ പോകുന്നത് ഇന്നത്തെ 7ാമത്തെ സ്റ്റേറ്റിലേക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഉത്തർപ്രദേശ് പഠിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബീഹാർ ആണ്. ഓക്കെ, അപ്പൊ ബീഹാർ ആദ്യം തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എല്ലാ ദിവസവും മാപ്പിംഗ് സീരീസിൽ നമ്മൾ നോക്കുന്നത്. ഇതല്ലാത്ത കുറച്ച് സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ പഠിക്കും അല്ലെ. അപ്പോ കമ്പയർഡ് ടു ഉത്തർപ്രദേശ് കുറച്ച് ലെങ്തി വീഡിയോ ആയിരുന്നു. അതിന് കാരണം അത്രയും കാര്യങ്ങൾ ഉത്തർപ്രദേശിൽ നമുക്ക് പറയാനുണ്ടായിരുന്നു. അതേസമയം നമുക്ക് ബീഹാറിൽ അത്രയും കാര്യങ്ങളില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എന്നിരുന്നാലും നമുക്ക് PSCയിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ബീഹാറിൽ നിന്ന് വരും നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ എപ്പോഴും ഒരു സ്റ്റേറ്റിനെ നോക്കുന്നത് എന്താണ് അതിർത്തിയാണ് അല്ലെ. അപ്പൊ നമുക്ക് അതിർത്തി നോക്കാം. ബീഹാറിന് തീർച്ചയായും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു ആരുമായിട്ട് അതിർത്തിയുണ്ട്, ഉത്തർപ്രദേശുമായിട്ട് അതിർത്തിയുണ്ട് അല്ലെ. ഉത്തർപ്രദേശുമായിട്ട് അതിർത്തിയുണ്ട്. പിന്നെ ബീഹാറിന് അതിർത്തിയുള്ളത് തീർച്ചയായും നമുക്കറിയാം. യെസ്, താഴെ നമുക്ക് ജാർഖണ്ഡുമായിട്ട് ഇതിന് അതിർത്തിയുള്ളതായിട്ട് കാണാൻ പറ്റും അല്ലെ. അപ്പോ ഉത്തർപ്രദേശ് ഒരു ഭാഗത്ത്, അതുപോലെ ജാർഖണ്ഡ് ഒരു ഭാഗത്ത്, പിന്നെയുള്ളത് ഇതിന്റെ ഈ ഭാഗത്തായിട്ട് വെസ്റ്റ് ബംഗാൾ ആണ്. അപ്പൊ 3 സംസ്ഥാനങ്ങളുമായിട്ട് മാത്രമേ നമുക്ക് ബീഹാറിന് അതിർത്തിയുള്ളതായിട്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മാപ്പിൽ കാണാൻ പറ്റും അല്ലെ. ഇനി ഇതിന് ഏത് രാജ്യമായിട്ടാണ് അന്താരാഷ്ട്ര അതിർത്തിയുള്ളത്? നമുക്ക് തീർച്ചയായും അറിയാം ആരുമായിട്ടാണ്, നേപ്പാളുമായിട്ടാണ്. ഇവിടെ നമുക്ക് ആരുണ്ട്, നേപ്പാൾ എന്ന രാജ്യം നമുക്ക് കാണാൻ പറ്റും. UPക്കും ബീഹാറിനും രണ്ടിനും നമുക്ക് നേപ്പാളുമായിട്ടുള്ള അതിർത്തി നമുക്ക് കാണാൻ പറ്റും അല്ലെ. സിക്കിമുമായിട്ടുണ്ട്, സോറി, ഭൂട്ടാനുമായിട്ടോ മറ്റോ ചൈനയായിട്ടോ ഉണ്ടോ? ഇല്ല, ഒട്ടും തന്നെ ഇല്ല. ബംഗ്ലാദേശുമായിട്ടുണ്ടോ? ഇല്ല. ബംഗ്ലാദേശിന് ഇല്ലാത്തതിന് കാരണം എന്താ, ഇവിടെയായിട്ട് ആരുണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ബംഗ്ലാദേശുമായിട്ടും നമുക്ക് ബീഹാറിന് അതിർത്തി. ബീഹാറിന് ആകെ ഒരാളായിട്ട് അതിർത്തിയുള്ളൂ, നേപ്പാളുമായിട്ടാണ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോ ഇതാണ് നമ്മുടെ അതിർത്തി അല്ലെ. സംസ്ഥാന അതിർത്തി എന്ന് പറയുന്നത് ആരൊക്കെയാ? ഉത്തർപ്രദേശുമായിട്ട് അതിർത്തി നമുക്ക് കാണാൻ പറ്റും. പിന്നെ ആരുമായിട്ടാണ്? വെസ്റ്റ് ബംഗാളുമായിട്ടും അതുപോലെ ജാർഖണ്ഡുമായിട്ടും അതിർത്തിയുണ്ട്. വേറൊരു സംസ്ഥാനമായിട്ട് ഇതിന് അതിർത്തിയില്ല. പിന്നെ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ നേപ്പാളുമായിട്ടാണ് നമുക്ക് ഈ ബീഹാറിന് രാജ്യാന്തര അല്ലെ, രാജ്യാന്തര അതിർത്തി എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് തലസ്ഥാനം അതുപോലെ നഗരങ്ങളിലേക്ക് പോകാം. തീർച്ചയായും നമുക്കറിയാം ബീഹാറിന്റെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത്, അഥവാ നഗരം, തലസ്ഥാന നഗരം എന്ന് പറയുന്നത് നമുക്കറിയാം ആരാണ്? പാട്നയാണ് അല്ലെ. പാട്നയാണ് തീർച്ചയായും നമ്മുടെ എന്താണ് ബീഹാറിന്റെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത്. പാട്ന അഥവാ ശരിക്കും ഇത് പാടലീപുത്ര, നിങ്ങൾ കേട്ടിട്ടില്ലേ? പാടലീപുത്ര പണ്ടത്തെ അശോകൻ സാമ്രാജ്യത്തിന്റെയൊക്കെ, മഗധ സാമ്രാജ്യത്തിന്റെയൊക്കെ തലസ്ഥാനമായ പാടലീപുത്രയാണ് പാട്നയായിട്ട് മാറിയത്. അപ്പൊ പാടലീപുത്ര അഥവാ പാട്ന രണ്ടും ഒന്ന് തന്നെയാണ്. ഈ കാര്യം മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി പാടലീപുത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, അഥവാ പാട്നയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. തുടർച്ചയായി ഇന്ത്യയില് തുടർച്ചയായി ജനവാസമുള്ള ഇന്ത്യയിലെ ഏറ്റവും പുരാതന നഗരമാണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ജനവാസമുള്ള ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള നഗരമാണ് നമ്മുടെ പാട്ന എന്ന് പറയുന്നത്. ഈ കാര്യം ഒരു കാരണവശാലും മറക്കരുത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? നമുക്കറിയാം എടാ, ബീഹാർ എന്ന് പറയുന്നത് ശരിക്കും ആരാണ്? ബീഹാർ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മഗധ സാമ്രാജ്യമാണ്. പണ്ടത്തെ മഗധ സാമ്രാജ്യമാണ്. മഹാജനപദ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മഗധ ഇന്ത്യയിലെ ആദ്യത്തെ മഹാജനപദയായിട്ടുള്ള മഗധയാണ് ശരിക്കും ഇപ്പോഴത്തെ ബീഹാർ എന്ന് പറയുന്നത്. അപ്പൊ മഗധയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള പാടലീപുത്രയാണ് ഇപ്പൊ ബീഹാറിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള പാട്ന. അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് ഇന്ത്യയിലെ ആദ്യം ജനങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന, കൃഷി ചെയ്തുകൊണ്ടിരുന്ന, ഭരിച്ചിരുന്ന ആൾക്കാർ, സാമ്രാജ്യം ഉണ്ടാക്കി ഭരിച്ചിരുന്ന പ്രദേശമാണ്. അപ്പൊ തീർച്ചയായും തുടർച്ചയായി ജനവാസമുള്ള പുരാതന നഗരം, ഇന്ത്യയിലെ ഏറ്റവും പുരാതന നഗരം ഏതാണ്? തീർച്ചയായും നമ്മുടെ പാട്നയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇതല്ലാതെ നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം. അതെ, പാട്ന കണ്ടില്ലേ? പാട്ന നമ്മൾ ഓൾറെഡി കണ്ടു. ഇതല്ലാതെ ബാഗൽപൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ മുസാഫർപൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റിയും നമുക്ക് കാണാൻ പറ്റും. ഗയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റിയും നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊക്കെ യെസ്, ബീഹാർ അറിയപ്പെടുന്നത് എന്താണ്?
ബുദ്ധമതത്തിന്റെ തൊട്ടിൽ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങൾ, ഗയയിലെ സ്തൂപം അല്ലെ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഗയയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. അപ്പൊ പാറ്റ്ന, ഭാഗൽപൂർ, മുസാഫർപൂർ, അതുപോലെ ഗയ. നമുക്ക് എഴുതിയാലോ? ഓരോ നഗരങ്ങളും നമുക്കിത് ഇവിടെ ഇങ്ങനെ എഴുതിയാലോ? തലസ്ഥാനം നമ്മൾ ഓൾറെഡി കഴിഞ്ഞു, പാറ്റ്നയാണ്. ഇതല്ലാതെ മറ്റു നഗരങ്ങൾ ആരൊക്കെയാണ്? ഒന്ന് ഭാഗൽപൂർ, രണ്ട് മുസാഫർപൂർ, ഇനി ഇതല്ലാതെ ഗയ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നഗരങ്ങൾ. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ഏരിയയിലേക്ക് പോവാം. ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്? നദികളാണ് അല്ലെ? നദികളാണ്. തീർച്ചയായും നമുക്കിതാ മാപ്പ് നോക്കിയിട്ട് തന്നെ ഇത് പഠിക്കാം. നമുക്കിതാ ഒരു നദി ബീഹാറിന്റെ സെന്ററിലൂടെ അത് ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാം. അത് ആരാണെന്ന് പറയാൻ വളരെ എളുപ്പമാണ്. ആരാണ്? ഇവിടുന്ന് യുപിന്ന് കടന്നു വന്ന, കഴിഞ്ഞ ദിവസം യുപി പറഞ്ഞപ്പോ അല്ലെ, അതിലൂടെ ഗംഗാ നദി ഒഴുകി വരുന്നത് കാണാം അല്ലെ. ഗംഗ യുപി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒഴുകി പോകുന്നത് ബീഹാറിന്റെ മധ്യത്തിലൂടെയാണ് അല്ലെ. സോ ബീഹാറിന്റെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്നതാണ്. നമ്മൾ നേരത്തെ യുപിയിൽ പറഞ്ഞ ഗണ്ഡക് അല്ലെ. ആരാണ്? ഗണ്ഡക് ഇവിടെയും നമുക്ക് കാണാൻ പറ്റും. ഗണ്ഡക് ഇവിടെയും കാണാൻ പറ്റും. ഓക്കെ, ഗംഗാ നദിയുടെ പോഷക നദിയായ ഗണ്ഡക്. ഇനി നിങ്ങളുടെ മാപ്പിൽ തന്നെ നിങ്ങൾ ഒന്നുകൂടി നോക്കിയേ. വളരെ പ്രധാനപ്പെട്ട ഒരു നദി, ബീഹാറിലെ വളരെ പ്രധാനപ്പെട്ട നദി. നേപ്പാളിൽ നിന്നാണ് വരുന്നത്. നേപ്പാളിൽ നിന്ന് വന്ന് ബീഹാറിൽ ബീഹാറിൽ ഗംഗയിൽ വന്ന് പതിക്കുന്ന ഗംഗയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോഷക നദി നമുക്ക് ബീഹാറിൽ കാണാൻ പറ്റും. ആരായിരിക്കും? കോശി. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന കോശി നദിയാണ് നിങ്ങൾ ഇതാ ഈ കാണുന്നത്. അപ്പോ കോശി നദിയും പഠിച്ചല്ലോ. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മുടെ ബീഹാറിലെ നദികൾ. ഒന്ന് തീർച്ചയായും നമുക്കറിയാം ഗംഗയാണ്. അതുപോലെ ഗംഗയുടെ പോഷക നദിയായിട്ടുള്ള ഗണ്ഡക് അല്ലെ. ഗംഗ, അതുപോലെ ഗണ്ഡക്. ഇനി ഗംഗയുടെ മറ്റൊരു പോഷക നദിയായിട്ടുള്ള കോശി. കോശി എന്താ അറിയപ്പെടുന്നത്? സോറോ ഓഫ് ബീഹാർ, ബീഹാറിന്റെ ദുഃഖം. ഇടക്ക് ഈ ഒരു കോശി നദി കരകവിഞ്ഞൊഴുകും. ബീഹാറിന്റെ പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലാകും. കൃഷിയിടങ്ങളൊക്കെ നശിച്ചു പോകും. ഒരുപാട് പേർക്ക് ജീവഹാനി സംഭവിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? ബീഹാറിന്റെ ദുഃഖം എന്ന് വിളിക്കുന്നത്, സോറോ ഓഫ് ബീഹാർ. പക്ഷെ ഇപ്പൊ കുറച്ചൊക്കെ കൺട്രോൾഡ് ആണ്. കാരണം ഇതിന്റെ ജലം ഇങ്ങനെ ഒഴുകി വരുന്നത്, ഇതിന്റെ ഒഴുക്ക് തടസ്സം നിർത്താൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒഴുക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു ഗ്യാരേജ് നമ്മൾ നേപ്പാൾ, ഇന്ത്യ രണ്ട് രാജ്യങ്ങളുടെ ഒരു നയതന്ത്രപരമായ ചർച്ചയിലൂടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ കോശി കുറച്ചൊക്കെ ടൈംഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടുണ്ടാകുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള പെട്ടെന്നുണ്ടാകുന്ന ഫ്ലാഷ് ഫ്ലഡുകളും അല്ലെങ്കിൽ വെള്ളപ്പൊക്കങ്ങളും ഒന്നും തന്നെ ഇപ്പൊ നമുക്ക് കോശിയിൽ അധികം സംഭവിക്കുന്നതായിട്ട് കാണാൻ പറ്റില്ല. ഇന്ത്യ നേപ്പാൾ ട്രീറ്റിയിലൂടെ ഇതങ്ങ് സോൾവ് ചെയ്തിട്ട് നമ്മൾ ഒരു ഡാമും അതുപോലെ ഒരു ഗാരേജ് അതല്ലെങ്കിൽ വാട്ടർ കൺട്രോൾ ചെയ്യുന്ന ഒരു വലിയ രീതിയിലുള്ള റെഗുലേറ്റേഴ്സ് ഒക്കെ നമ്മൾ നേപ്പാളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സോറോ ഓഫ് ബീഹാർ അഥവാ ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ആരാണ്? കോശിയാണ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ അതും പഠിച്ചു. ഇതല്ലാതെ കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ സോൺ നദി, ഗംഗയില് നമ്മൾ ഉത്തർപ്രദേശിൽ പറഞ്ഞ സോൺ നദിയും നമുക്ക് ഇതിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റും. എടാ, ഗണ്ഡക്കിന് ഒരു പ്രത്യേകതയുണ്ട്. ഗണ്ഡക്കിന് ബീഹാറില് ഗണ്ഡക് ഒഴുകുമ്പോ വെറുതെ അങ്ങോട്ട് ഒഴുകി പോവല്ല ചെയ്യുന്നത്. ബീഹാറില് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഓക്സ്ബോ തടാകം ഉണ്ടാക്കിക്കൊണ്ടാണ്, ഒരു ഓക്സ്ബോ ലേക്ക് ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മുടെ ഗണ്ഡക് ഒഴുകുന്നത്. ഏതാണ് ഈ ഓക്സ്ബോ തടാകം? കൻവർ ലേക്ക് ആണ്, അഥവാ കൻവർ തടാകമാണ്. ഈ നദി ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞ് മിയാൻഡർ ചെയ്ത് ഒഴുകുന്ന സമയത്ത് ഒരു യു ഷേപ്പിലുള്ള ഒരു തടാകം രൂപപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ ഓക്സ്ബോ തടാകം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുണ്ടായ ഒരു തടാകമാണ് കൻവർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകമാണ് കൻവർ തടാകം. എവിടെയാ കൻവർ? ബീഹാറിലാണ്. ബീഹാറിന്റെ ദുഃഖമായ കോശിയാണ് കൻവർ ഉണ്ടാക്കുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഇനി ഗണ്ഡകി അഥവാ ഗണ്ഡക്കിന്റെ കരയിൽ തന്നെയാണ് നമുക്ക് വാൽമീകി ദേശീയ ഉദ്യാനവും വാൽമീകി ദേശീയ ഉദ്യാനം അല്ലെങ്കിൽ വാൽമീകി വന്യജീവി സങ്കേതവും നമുക്ക് കാണപ്പെടുന്നത് അല്ലെ. ബീഹാറില് ഗംഗാ നദിയിലെ ഈ ഡോൾഫിനെയൊക്കെ സംരക്ഷിക്കാൻ വിക്രംശില, വാൽമീകി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദേശീയ ഉദ്യാനങ്ങൾ അല്ലെങ്കിൽ വന്യജീവി സങ്കേതങ്ങളുണ്ട്. അപ്പൊ വാൽമീകി സ്ഥിതി ചെയ്യുന്നത് ഈ ഗണ്ഡകിന്റെ അഥവാ ഗണ്ഡക്കിന്റെ തീരത്തായിട്ടാണ്.
നമ്മൾ എന്ത് കഴിഞ്ഞു? നദികൾ കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ലേക്കിലേക്ക് പോയാലോ? ലേക്ക് നമ്മൾ ഒന്ന് ഓൾറെഡി പറഞ്ഞതാ. ആരാണ് ഏറ്റവും പ്രധാനപ്പെട്ട തടാകം? കൻവർ ലേക്ക് അല്ലെ? കൻവർ ലേക്ക്. കൻവർ ലേക്കിന്റെ പ്രത്യേകത എന്താ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം. ഇങ്ങനെ നദി ഇങ്ങനെ ഒഴുകി പോകുന്ന സമയത്ത് കുറച്ചു കാലം കഴിഞ്ഞാൽ നദി ഇതെങ്ങനെ ഡയറക്റ്റ് ഒഴുകും. അപ്പൊ എന്തായി ബാക്കി? ഇത് ഇങ്ങനെയൊരു ഇങ്ങനെയൊരു തടാകം ഇവിടെ വേർതിരിക്കപ്പെട്ടു അല്ലെ? അപ്പൊ ഈ ഒരു വേർതിരിക്കപ്പെട്ട ഈ തടാകത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സ്ബോ തടാകം. ഇതാണ് നമ്മുടെ കൻവർ ലേക്ക്. ഇതാരാണ്? ഖണ്ടക് നദിയാണ്. ഖണ്ടക് നദി. ഇതാണ് കൻവർ ലേക്ക്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. ഇതല്ലാതെ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട തടാകം. ഇതല്ലാതെ കുറച്ച് ചെറിയ തടാകങ്ങൾ വേറെയും കാണാൻ പറ്റും. അതേ പാറ്റ്ന തടാകം ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട തടാകം PSC എപ്പോഴും ചോദിക്കുന്നത് കൻവർ തടാകമാണ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോകാം. കണ്ടില്ലേ? ഗണ്ഡക് ഒഴുകുന്നത് കണ്ടില്ലേ? കോശി ഒഴുകുന്ന കണ്ടില്ലേ? ഗംഗ ഒഴുകുന്ന കണ്ടില്ലേ? ഇതാണ് സോൺ. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് പ്രൊട്ടക്റ്റഡ് പർവ്വതങ്ങളൊന്നും തന്നെ നമുക്ക് ബീഹാർ കാണില്ല. ഞാൻ പറഞ്ഞതുപോലെ UP പറഞ്ഞതുപോലെ തന്നെ ബീഹാർ എന്ന് പറയുന്നത് ഉത്തര മഹാസമതലത്തിന്റെ ഭാഗമാണ്. സമതലമാണ്, നിരപ്പായ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പർവ്വതങ്ങൾ കാര്യമായിട്ടൊന്നും ഇവിടെ കാണില്ല. സംരക്ഷിത വനങ്ങൾ ഏതൊക്കെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള PSC എപ്പോഴും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതമാണ് വിക്രംശില വന്യജീവി സങ്കേതം. അപ്പോ വിക്രംശില വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തീർച്ചയായും നമ്മുടെ ബീഹാറിലാണ്. വിക്രംശില സാങ്ച്വറിയിലെ പ്രധാന ജീവിയാണ് ഞാനിത് അവിടെ പിക്ചർ കൊടുത്തിട്ടുള്ളത്. എന്ത് ഡോൾഫിനാ ഇത്? വിക്രംശില. എന്ത് ഡോൾഫിനാ? എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഭാഗൽപൂരാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വിക്രംശില എവിടെയാ? നോക്കിയേ, ഭാഗൽപൂരായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ വിക്രംശില സ്ഥിതി ചെയ്യുന്ന ഭാഗൽപൂരാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തിനെ കാണാൻ പറ്റും? ഗംഗാ ഡോൾഫിനെ കാണാൻ പറ്റും അല്ലെ? ഗംഗാ ഡോൾഫിനെ കാണാൻ പറ്റും. എന്താ ഇതിന്റെ പ്രത്യേകത? ഇന്ത്യയുടെ ദേശീയ ജലജീവി ആരാണ്? ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് നമ്മുടെ ഗംഗാ ഡോൾഫിൻ. മറക്കരുത്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ അക്വാട്ടിക് ആനിമൽ, നാഷണൽ അക്വാട്ടിക് ആനിമൽ അല്ലെങ്കിൽ ജലജീവിയാണ് നമ്മൾ ഈ കാണുന്നത്. എന്താണ്? കണ്ണൊന്നും അധികം കാണാത്ത അല്ലെ, ഗംഗയിൽ മാത്രം കാണപ്പെടുന്ന, ഗംഗയുടെ പോഷക നദിയിലും കാണപ്പെടുന്ന IUCN റെഡ് ഡാറ്റ ബുക്ക് അനുസരിച്ച് വംശനാശ ഭീഷണി എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലുള്ള ജീവിയായ ഡോൾഫിൻ. സെറ്റ് അല്ലേ? ഗംഗാ ഡോൾഫിൻ ഫ്രഷ് വാട്ടർ ശുദ്ധജല ഡോൾഫിൻ ആണ് കേട്ടോ. ഇത് ശുദ്ധജലത്തിൽ മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ പറ്റും. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ സംരക്ഷിത വനം വിക്രംശില എഴുതിയില്ലേ? സെറ്റ് അല്ലേ? അപ്പോ വിക്രംശില മാത്രമേ ഉള്ളോ? ഇല്ല, വിക്രംശില മാത്രല്ല, ഒന്നുകൂടി ഉണ്ട്. ആരാണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, വാൽമീകി ദേശീയ ഉദ്യാനം അല്ലെ? വാൽമീകി ദേശീയ ഉദ്യാനം. വാൽമീകി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നതും എവിടെയാ? നമ്മുടെ ബീഹാറിലാണ്. ഗണ്ഡക് നദിയുടെ കരയിലായിട്ടാണ് വാൽമീകി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഗണ്ഡക് നദി പറഞ്ഞപ്പോ പറഞ്ഞു ഗണ്ഡക്കിന്റെ കരയിലാണ് നമ്മുടെ വാൽമീകി ദേശീയോദ്യാനമാണെന്ന് കുറച്ചു നേരത്തെ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അല്ലെ? വാൽമീകി ദേശീയോദ്യാനം ഗണ്ഡക്കിന്റെ കരയിലാണെന്ന് അല്ലെ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോ എക്സാമിന് ചോദിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങൾ, ഒന്ന് വിക്രംശില, രണ്ട് വാൽമീകി. രണ്ടും എവിടെയാണ്? ബീഹാറിലാണ്. വിക്രംശില എന്ന് പറയുന്നത് ഗംഗാ ഡോൾഫിനൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ദേശീയോദ്യാനമാണ്. ഓക്കെ, ക്ലിയർ? രണ്ടും ആക്ച്വലി വാൽമീകി ആയാലും വിക്രംശില ആണെങ്കിലും രണ്ടും ഫേമസ് ആണ് ഈ ഡോൾഫിൻസിന്. അതിൽ പ്രത്യേകിച്ച് വിക്രംശിലയാണ് എടുത്തു പറയേണ്ട കാര്യം. വാൽമീകി ഒരു ദേശീയോദ്യാനം, വിക്രംശില ഒരു വന്യജീവി സങ്കേതമാണ്. വന്യജീവി സങ്കേതങ്ങൾ ഒരു പ്രത്യേക ആനിമലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കാറുണ്ട്. വിക്രംശില ഉണ്ടാക്കിയിരിക്കുന്നത് ദേശീയ ജലജീവിയായ ഡോൾഫിൻ, ഗംഗാ ഡോൾഫിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. ഇത്രയാണ് സംരക്ഷിത വനം. ഇതല്ലാതെ ഒന്നുകൂടി ഞാൻ വേണമെങ്കിൽ എഴുതാം. രാജ്ഗിർ വന്യജീവി സങ്കേതവും നമുക്ക് കാണുന്നത് ബീഹാറിലാണ്. രാജ്ഗിർ നിങ്ങൾ ചിലപ്പോ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഒരു ജൈന തീർത്ഥാടന കേന്ദ്രം നമുക്ക് രാജ്ഗിറിലുണ്ട് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ജൈന തീർത്ഥാടന കേന്ദ്രം. അപ്പോ രാജ്ഗിറിലാണ് നമ്മുടെ ജൈന തീർത്ഥാടന കേന്ദ്രം, ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ജൈന തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബീഹാറിൽ പറയാനുള്ളത്. നമ്മള് എല്ലാ ഏരിയാസും കവർ ചെയ്തു. ഏറ്റവും അവസാനമായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടർ, ചുരമില്ല, തുറമുഖമില്ല, വിമാനത്താവളം ഉണ്ട്, തീർച്ചയായും PSCക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബീഹാർ UP കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം. അതേസമയം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള എന്ന് വെച്ചാൽ ആൾക്കാർ തിങ്ങിപ്പാർത്ത് ജീവിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ബീഹാറാണ്. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം തീർച്ചയായും നമ്മുടെ ബീഹാറാണ്. ഇനി ഇത് മഗധ എന്നാണ് ഈ പറഞ്ഞ ബീഹാർ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇതും നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇനി ബീഹാറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമുണ്ട്, ഫെസ്റ്റിവൽ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം എന്ന് പറയുന്നത് രാംലീലയാണ്. ഓക്കെ, രാംലീലയാണ് നമ്മുടെ ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം, ഫെസ്റ്റിവൽ. ഓക്കെ, രാംലീല. ഇതും നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന 1-2 പേര് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതും ചേർത്തത്. ഇതല്ലാതെ ബീഹാറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 1-2 പോയിന്റ്സുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന്, വിഹാരങ്ങളുടെ വിഹാരങ്ങളുടെ നാട്, വിഹാരാസ് ഏറ്റവും കൂടുതൽ. വിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധ സന്യാസികൾ പണ്ട് ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലങ്ങളെയാണ് വിഹാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ വിഹാരങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിസത്തിന്റെ, ഇത് അറിയപ്പെടുന്നത് തന്നെ എന്താ, ബുദ്ധമതത്തിന്റെ, ഇന്ത്യയുടെ ബുദ്ധമതത്തിന്റെ തൊട്ടിൽ എന്നാണ് നമ്മുടെ ബീഹാർ അറിയപ്പെടുന്നത്. തീർച്ചയായും വിഹാരങ്ങളുടെ നാട്. അപ്പോ എന്തുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ബുദ്ധ സന്യാസികൾ ഒരുമിച്ച് താമസിക്കുന്ന ഗുഹകളെയൊക്കെ നമ്മൾ വിഹാരങ്ങൾ എന്നാണ് പറയുക. അപ്പോ ബുദ്ധമതത്തിന്റെ തൊട്ടിലായതുകൊണ്ടാണ്. നമ്മുടെ ബുദ്ധൻ ബോധ് ഗയ ഗയ എല്ലാം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ബോധി മരം എവിടെയാണുള്ളത്? ബോധി മരം, ബോധി ക്ഷേത്രം എവിടെയാണുള്ളത്? എല്ലാം ബീഹാറിൽ തന്നെ. ഓക്കെ, ഈ കാര്യങ്ങൾ മറക്കരുത്. ബുദ്ധമതത്തിന്റെ തൊട്ടിൽ, ക്രാഡിൽ ഓഫ് ബുദ്ധിസം എന്ന് പറയുന്നത് ബീഹാറാണ്. ഇതല്ലാതെ ബുദ്ധിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തന്നെയുള്ള വിക്രംശില, അതുപോലെ നളന്ദ, പുരാതന കാലത്തുണ്ടായ 2 സർവകലാശാലകൾ അഥവാ യൂണിവേഴ്സിറ്റീസ് അല്ലെ, സർവകലാശാലകൾ പണ്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വന്ന് ഈ പറഞ്ഞ പല പല വിഷയങ്ങൾ പഠിച്ചുകൊണ്ട്, ആത്മീയതയും അതുപോലെ പല വിഷയങ്ങളും പഠിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയിലെ ഏറ്റവും വളരെ പഴക്കം ചെന്ന സർവകലാശാലകളാണ് ഒന്ന് വിക്രംശിലയും നളന്ദയും. ഓക്കെ, ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ബീഹാറിലാണ്. ഈ കാര്യം മറക്കരുത്. വിക്രംശില ആയാലും നമ്മുടെ നളന്ദയാണെങ്കിലും സ്ഥിതി ചെയ്യുന്നത് ഈ പറഞ്ഞ ഇവിടെയാണ്. ഇനി ബുദ്ധന് അല്ലെ എൻലൈറ്റ്മെന്റ് കിട്ടിയ ബോധയ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബോധി മരമൊക്കെ നമുക്ക് ഇപ്പോഴും ഒറിജിനൽ ബോധി ട്രീയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബീഹാറിലെ ബോധ്ഗയയിൽ കാണാൻ പറ്റും. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ ബീഹാർ? ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എളുപ്പത്തിൽ കഴിഞ്ഞല്ലോ. എന്തൊക്കെയാ നമ്മൾ പഠിച്ചേ? പറയൂ, എന്തൊക്കെയാണ് പഠിച്ചത്? ആദ്യം നമ്മൾ അതിർത്തി നോക്കി. അതിർത്തി ആരൊക്കെയാ? ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ. ഏത് രാജ്യവുമായിട്ട് അതിർത്തി? നേപ്പാളുമായിട്ടാണ് അതിർത്തി അല്ലെ. ഇനി പ്രധാനപ്പെട്ട നഗരം നമ്മൾ പഠിച്ചു, പാട്ന. കണ്ടല്ലോടാ, പാട്ന കണ്ടല്ലോ. സെറ്റ് അല്ലേ? പാട്ന കണ്ടില്ലേ? മുസാഫർപൂർ നമ്മൾ പറഞ്ഞത് കണ്ടില്ലേ? ഓക്കെ അല്ലേ? ബാഗൽപൂര് കണ്ടില്ലേ? ഓക്കെ, ഇതല്ലാതെ മറ്റു നഗരങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഗയ ഇവിടെയുണ്ട്. ഔറംഗാബാദ് നമുക്കിതാ ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ പ്രധാനപ്പെട്ട കുറച്ച് നഗരങ്ങളാണ്. ഇനി ഇതല്ലാതെ നഗരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തലസ്ഥാന നഗരം നമ്മൾ പറഞ്ഞു പാട്ന. പാടലിപുത്ര എന്നുള്ള വാക്കിൽ നിന്നാണ് പാട്ന ഉണ്ടായത്. തുടർച്ചയായിട്ട് ജനവാസമുള്ള ഏറ്റവും പുരാതന നഗരമാണ് ഇന്ത്യയിലെ പാട്ന. ബാഗൽപൂർ, മുസാഫർ, ഗയ അല്ലെ, ഔറംഗാബാദ് ഒക്കെ ഇവിടെയാണ്. ഔറംഗാബാദ് ആക്ച്വലി 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇവിടെയും നമുക്ക് ഔറംഗാബാദ് കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ മഹാരാഷ്ട്രയിലും മറ്റൊരു ഔറംഗാബാദ് കാണാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇനി അടുത്തത് നദികളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗംഗ, ഗണ്ഡക്, കോശി, സോണൊക്കെ ഇവിടെയാണ് കാണപ്പെടുന്നത്. ഗണ്ഡക് വാൽമീകി ദേശീയോദ്യാനം ഇതിന്റെ കരയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകമായ കൻവർ തടാകം ഉണ്ടാക്കുന്നത് ഗണ്ഡകി നദിയുടെ പ്രവർത്തന ഫലമായിട്ടാണ്. കോശി അറിയപ്പെടുന്നത് ബീഹാറിന്റെ ദുഃഖം എന്നാണ് നമുക്ക് പഠിച്ചു. തടാകങ്ങളിലേക്ക് വന്ന കൻവർ തടാകം സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം. ചെറുതാണ്, മാപ്പിൽ അങ്ങനെ കാണില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത്. ഓക്കെ, ഇനി
ഈ പറഞ്ഞ സംരക്ഷിത വനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വിക്രംശില ദേശീയോദ്യാനം വന്യജീവി സങ്കേതവും അതുപോലെ വാൽമീകി ദേശീയോദ്യാനം രാജ്ഗീറും ഇവിടെയാണ്. വിക്രംശിലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ദേശീയ ജലജീവിയായ ഗംഗാ ഡോൾഫിനെയാണ് സംരക്ഷിക്കുന്നത്. ഗംഗാ ഡോൾഫിൻ ശുദ്ധജല ജീവിയാണ്, എൻഡേഞ്ചേർഡ് കാറ്റഗറിയിൽ പെടുന്നു IUCN അല്ലെ. ഇനി വാൽമീകി ദേശീയോദ്യാനം ബീഹാറിലാണ്, ഗണ്ഡകി നദിയുടെ കരയിലാണ്. രാജ്ഗീർ ജൈന ക്ഷേത്രങ്ങൾക്കൊക്കെ വളരെ ഫേമസ് ആണ്. സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം, ബീഹാർ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണ്. മഗധ എവിടെയാണ് അല്ലെ. ആഘോഷങ്ങൾ രാംലീല ഇവിടെയാണ്. വിഹാരങ്ങളുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധമതത്തിന്റെ തൊട്ടിൽ ഇതാണ്. ബോധ്ഗയൊക്കെ ഇവിടെയല്ലേ, ബോധിട്രിയൊക്കെ ഇവിടെയല്ലേ. ഇനി വിക്രംശില സർവകലാശാലയും നമ്മുടെ നളന്ദ പുരാതന കാലത്ത് ഉണ്ടാക്കിയ നളന്ദ യൂണിവേഴ്സിറ്റിയും സ്ഥിതി ചെയ്യുന്ന രണ്ടും ബീഹാറിലാണ്. ഓക്കെ, അതിന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് ഇപ്പോഴും ബീഹാറിൽ കാണാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബീഹാറിൽ പഠിക്കാനുള്ളത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു പുതിയ സംസ്ഥാനമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ ഓഫ് യു. കമന്റ് ചെയ്യണേ. യെസ്.